വെളിപ്പാട്. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ചു തൻ്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിൻ്റെ വചനവും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെ സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നവ പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിന് മുമ്പുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരുടെ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായും എന്നേക്കും മഹത്വം ബലവാമി. ഇതാ മേയാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെ അവനെ ചൊല്ലി വിലപിക്കും. ആമി. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു. എന്നിരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. നിങ്ങളുടെ സഹോദരൻ യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനം യേശുവിൻ്റെ സാക്ഷ്യം നിമിത്തം പത്മസന്ധിയിലായിരുന്നു. കർത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്ന ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സുർമാർ, പെർഗമോസ്, തിയതൈര, സർദീസ്, ഫിലദൽഫിയ, ലൗദോക്യ എന്ന 7 സഭകൾക്ക് അയക്കുക. എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാഗാഥം എൻ്റെ പുറകെ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളുടെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻവെച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായി ഞാൻ കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജാലയ്ക്കൊത്തതും കാലിൽ ഉളയിച്ചുട്ട് പഴിപ്പിച്ച വെള്ളത്തിനും സദൃശവും അവൻ്റെ ശബ്ദത്തിലെ പെരുവെള്ളത്തിൻ്റെ ഇരുത്തൽ പോലെ ആയിരുന്നു. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർത്തിയേറിയ ഇരുവാൽത്തലകൾ വാഴ്ത്തി പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെയാണായിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്ക് വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ എന്നെ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എൻ്റെ വലങ്കൈ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മം 7 നിലവിളക്കിൻ്റെ വിവരം എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നെന്ന് കൽപ്പിച്ചു. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. 7 നക്ഷത്രം വലങ്കൈ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളിച്ചെയ്യുന്നു.